ഈ ആക്സിഡൻ്റലി ആണെങ്കിലും റാമിനോട് അയാളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ഛേ, ആഹാ, ഇവളെന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഇതെന്തു പറ്റി? മോളെ, സുധ മോളെ. എന്താ ആൻറ്റി? അല്ല, എന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്നതുപോലും അറിയാതെ എന്തായിരുന്നു ആലോചിച്ചേ? ഞാൻ റാമിന് ഓറഞ്ച് കൊടുത്തിട്ട് ആ പാത്രം കൊണ്ടുവരാൻ വേണ്ടി വരുന്ന വഴിക്ക് എന്തോ ആലോചിച്ച് അങ്ങനെ ഇരുന്നു. ഞാനിത് കിച്ചണിൽ കൊണ്ട് വച്ചിട്ട് വരാവേ. റാം ഓറഞ്ച് ഫുള്ളും കഴിച്ചോ? ആൻറ്റി തന്നെയാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കഴിച്ചു. അയ്യോ, എന്തിനാ മോളെ അത് പറയാൻ പോയോ? അവന് ദേഷ്യം വന്നിട്ടുണ്ടാവും. ദേഷ്യം വന്നു, പക്ഷേ ഫുള്ളും കഴിച്ചു. ഞാൻ തന്നോന്ന് പറയണ്ടായിരുന്നു നീ. അവനല്ലെങ്കിലും വയ്യാതിരിക്കുകയല്ലേ. റാമിൻ്റെ ദേഷ്യമൊക്കെ പോകാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് മിണ്ടാതെ കഴിച്ചു. ദേഷ്യം പോകാനുള്ള മരുന്നോ? അതെന്ത് മരുന്നാ? അതൊക്കെയുണ്ട്. രാത്രി ആരും അറിയാതെ ആൻറ്റി റൂമിൽ വന്നത് ഞാൻ കണ്ടായിരുന്നു. സുധമോള് ഉറങ്ങിയിട്ടില്ലായിരുന്നോ? അത് ഞാൻ ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. റാമു വയ്യാതിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയോ അയാൾക്ക് എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ ഞാൻ ഉറങ്ങുന്ന കണ്ടാൽ വിളിക്കില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുമായിരുന്നു. അത് ഇന്നലെ റൂം തുറന്നു കിടന്നപ്പോൾ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയ്യാതാവുന്ന സമയത്ത് രാത്രി ഡോർ തുറന്നു നടന്ന് ഞാൻ പോവും. രാവിലെയൊന്നും അവൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ അവൻ ഉറങ്ങിയതിന് ശേഷം പോയി കുറച്ചു നേരം ഇരിക്കും. എനിക്കറിയാം ഇപ്പോൾ പഴയ പോലെയല്ല, അവനൊരു കുടുംബമുണ്ട്, അങ്ങനെ വരാൻ പാടില്ല എന്ന്. ഇനി ആൻറ്റി വരില്ല മോളെ. രാവിലത്തെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഇതുപോലെ പാതിരാത്രി ആ ഡോറ് തുറന്നെടുക്കുന്നുണ്ടെങ്കിൽ അത് ആൻറ്റിക്ക് വരാനുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ റാമിന് അറിയോ? അറിയുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഏത് കുഞ്ഞിന് സ്വന്തം അമ്മയുടെ തലോടലും ചുമ്മനൊക്കെ മനസ്സിലാവാതെ പോകുന്നത്? ചിലപ്പോൾ അറിയായിരിക്കും. ഞാൻ ഈ കിച്ചണിൽ പോയി ഇത് കൊണ്ട് വച്ചിട്ട് വരാവേ. ഇതെന്താ ഈ ഫോൺ ഇങ്ങനെയാണ് നടിക്കുന്നത്? അതൊന്ന് എടുക്ക്. എന്തിനേട്ടാ? അലോറാണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെച്ചൂടെ? എനിക്കിന്നൊന്നും പഠിക്കാനില്ല, അതൊന്ന് ഓഫ് ചെയ്. ഏട്ടനല്ല, ഇത് പാവം ഞാനാ. എന്നെ ചവിട്ട് കൂട്ടി കട്ടലിൻ്റെ ഒരൊറ്റ താക്കിയിട്ടിട്ട് അവൾ കിടക്കുന്ന കണ്ടില്ലേ? ശരിക്കും ഇതിൽ ആരാ പേഷ്യൻ്റ്, ഞാനാണോ ഇവളാണോ? ഫോണ് ഞാൻ തന്നെ ഓഫ് ചെയ്യാം. சுமை தாங்கும் எந்தன் கண்மணி என்னை சுடும் பணி உனக்கென மட்டும் வாழும் இதயமணி. ഞാൻ ഫോൺ ഓഫ് ചെയ്യാൻ വേണ്ടി അല്ലാതെ. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, നാളെയല്ലേ ഹോസ്പിറ്റലിൽ പോകണ്ടേ സ്റ്റിച്ച് എടുക്കാൻ? ഓ ശരിയാണ്, നാളെയാ പോവേണ്ട. ഹരിയെ വിളിച്ചെന്ന് പറയാം 10 മണിക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് വെക്കാൻ. ഞാനല്ലെങ്കിൽ അങ്കിളോ അബിയോ കൊണ്ടുപോകാം. എന്തായാലും താൻ ഒറ്റയ്ക്ക് പോകണ്ട. അതിൻ്റെ ആവശ്യമില്ല. എനിക്കിപ്പോൾ സ്റ്റിച്ചിൻ്റെ വേദനയൊന്നുമില്ല. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പൊക്കോളാം, നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട. ഞാൻ വരുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല, പക്ഷേ അബിയോ അങ്കിളോ തൻ്റെ കൂടെ വരും. ഒറ്റയ്ക്ക് എന്തായാലും പോകണ്ട. ഹേയ്, താൻ വരുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേദനയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഞാൻ തന്നെ പൊക്കോളാമെന്ന്. അതിൽ സ്റ്റിച്ച അല്ലാതെ സാധാ മുറിവല്ല. ഓക്കെ, ആരെ കൂടെ വരേണ്ടത് താൻ തന്നെ തീരുമാനിച്ചാൽ മതി. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. റാം, ഞാൻ ചെന്ന് അബിയെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. തനിക്ക് ഫ്രഷ് ആവണ്ടേ? തന്നൊന്ന് വെയിറ്റ് ചെയ്യേ. ആക്ച്വലി ഇനി അബിയെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. എനിക്ക് ഇപ്പോൾ പെയിനൊക്കെ മാറി. ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ശരിയാ, എത്രയെന്ന് വെച്ചാൽ അബിയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. എന്താ ബാ, ഞാൻ കൊണ്ടുപോവാം. ടോയ്ലറ്റിനകത്ത് ഞാൻ തന്നെ വരാം. എന്താ? നീയോ? അതൊന്നും ശരിയാവില്ല. അത് സ്റ്റിച്ച, വെള്ളം കൊണ്ട് പഴുക്കും, മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ അബി, അല്ലെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ടോയ്ലറ്റിനകത്ത് വരും. ആര് വേണമെന്ന് റാം ഞാനങ്ങ് തീരുമാനിച്ചോ? താൻ പോയി അബിയെ ഇങ്ങോട്ട് വരാൻ പറ. നന്നായി, ഗുഡ് ചോയ്സ്. ഞാൻ താഴെ പോയിട്ട് അബി ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഒറ്റയ്ക്കങ്ങ് കയറി പോകരുത്, മനസ്സിലായോ? ഇവളെ കൊണ്ട് ഞാനെങ്ങനെ ടോയ്ലറ്റിൽ പോകും? അയ്യേ. ദുഷ്ട, ഞാൻ ഇതിലും ബ്ലോക്കാക്കി. ഏതിലൊക്കെ ബ്ലോക്കാക്കിയാലും ഞാൻ ഏതെങ്കിലും പുതിയ ആപ്പ് കണ്ടുപിടിച്ച് വരും. അനു, നീ എന്ത് ചെയ്യ? കരയാണോ? എന്തുപറ്റി?
ഞാനോ? ഏട്ടത്തിക്ക് എന്താ ഭ്രാന്തായോ? ഞാനങ്ങനെ കരയുന്നത്? എനിക്കൊരു കുഴപ്പമില്ല. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. എന്തിനാ കരഞ്ഞേ? അതും ഫോണും പിടിച്ചു വെച്ച് കരയണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നിൻ്റെ ഏട്ടനെ വിളിച്ചുകൊണ്ട് വരും. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ഏട്ടനെ വിളിക്കാൻ ഞാൻ എന്താ വല്ല കള്ളപ്പുള്ളിയാണോ? എല്ലാത്തിനും കാരണം ഏട്ടത്തിയുടെ ഏട്ടനാ എന്നെ ഇതിലും ബ്ലോക്കാക്കി. ചേട്ടാ, ഇതിപ്പം എത്രാതെ ബ്ലോക്കാക്കുന്നത്? പേടിക്കണ്ട, നമുക്ക് സെറ്റാക്കി എടുക്കാം. സെറ്റാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ സുധേട്ടത്തി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഏട്ടത്തിൻ്റെ കൂടെ നിന്നാൽ മതി, പാതി സെറ്റാവും. എന്നെ ഏട്ടനെ കൊണ്ട് കെട്ടിപ്പിക്കണമെന്നുള്ളത് ഇപ്പോൾ നിന്നെക്കാളും എൻ്റെ വാശിയാണ്. അതുകൊണ്ട് നടക്കും. അതെന്താ അങ്ങനെ? ഇത്രയും നാളും ഏട്ടൻ അങ്ങനെയൊന്നും അല്ല, പറ്റില്ല അങ്ങനെയല്ലേ പറഞ്ഞിട്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി? നീ അപ്പം നിന്നാൽ മതി, കുഴി എണ്ണണ്ട. നിൻ്റെ ഏട്ടനുള്ള പണിയാ മോളെ. അതൊക്കെ പോട്ടെ, നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയോ? അറിയാമെന്നോ? ഞാൻ കോളേജ് ഫസ്റ്റാ ഡാൻസ് കളിക്കുന്ന കാര്യത്തിൽ. എൻ്റെ ഏട്ടന് ഡാൻസ് കളിക്കുന്ന പിള്ളേരെ വലിയ ഇഷ്ടം. അതുകൊണ്ടാണ് എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വിടുന്നത്. ഏട്ടനത് പഠിക്കാൻ പറ്റിയിട്ടില്ല, അതാ. പിന്നെ നീ ഇനി കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് നാടനാവണം. എനിക്ക് മനസ്സിലായി, എൻ്റെ ക്യാരക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ക്യാരക്ടറായിരിക്കും ഏട്ടത്തിയുടെ ഏട്ടന് ഇഷ്ടം, അല്ലേ? ഏയ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സോട് ഇഷ്ടപ്പെട്ട പിന്നെ ക്യാരക്ടറിനൊന്നും ഒരു സ്ഥാനമില്ല. നീ വിഷമിക്കണ്ട. ഈ പുറത്ത് കാണുന്ന ദേഷ്യം വാശിയൊക്കെ ഉള്ളൂ. പക്ഷേ എൻ്റെ ഏട്ടൻ പാവ, ഒരു കുഞ്ഞു കുട്ടിയെ പോലെ. നീ ഒന്നും ഇരിക്കങ്ങ് എടുത്താൽ മതി. ഈ പറയുന്ന കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്, പക്ഷെ പാടുപെടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ശ്രീരാമേട്ട എങ്ങനെയുണ്ട് ഇപ്പോൾ? കുറവുണ്ടോ? ഞാൻ ഇന്നലെ അറിഞ്ഞ്, അതായത് ഇന്ന്. രാധികയോ? അബി എന്നെ ഫ്രഷാക്കിയിട്ട് റൂമിലോട്ട് പോയല്ലോ. അവനെ തേടി ഇങ്ങോട്ട് വന്നതാണോ? ശ്രീരാമേട്ട, ഞാൻ ശരിക്കും ശ്രീരാമേട്ടന് കുറവുണ്ടോയെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. ഓ, ഞാൻ വിശ്വസിച്ചു. നീയാണെങ്കിൽ വിശ്വസിച്ചാൽ മതി. അല്ല, ഇവിടെ ഒരാളെ കാണേണ്ടതാണല്ലോ. എവിടെ പോയി? സുധയില്ലേ? രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതാ, പിന്നെ ഇങ്ങോട്ട് വന്നില്ല. എവിടെയെങ്കിലും കാണും. എവിടെയെങ്കിലും അല്ല, ഞാൻ എന്താ ഇവിടെയുണ്ട്. ഹായ് രാധിക. താനെപ്പോൾ വന്നു? ഞാൻ അനുവിൻ്റെ റൂമിലായിരുന്നു. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അനുവിൻ്റെ റൂമിലായിരുന്നു. എന്നാൽ പിന്നെ നിന്നെ ഇങ്ങോട്ട് കണ്ടില്ലെങ്കിലേ അതിശയം. അതിൻ്റെ അടുത്ത് സംസാരിച്ചാൽ പറഞ്ഞ ശരിയാ. അതിൻ്റെ അടുത്ത് സംസാരിച്ചാൽ ടൈം പോകുന്നത് അറിയില്ല. വായാടി. അത് ശരിയാ, ഒരു ചെറിയ വായാടി തന്നെയാ. എന്നാൽ പിന്നെ നടക്കട്ടെ, ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാം. ചെന്നോ, വേഗം ഓടിക്കോ. ഇത്ര നേരം എന്നെ കൊല്ലുമായിരുന്നു, പിന്നെ ഇനി നിന്നെ ആവട്ടെ. അതെ, എക്സ്ക്യൂസ് മീ, ആരാ വായാടി? നിൻ്റെ ഏട്ടനാ വായാടി. എൻ്റെ പെങ്ങള് പാവോ. അതെ ശരി, 5 പാവം. അല്ല, എൻ്റെ ഏട്ടനെ പറയോ? ഫുഡിന് ഞാൻ എലിവിഷം കലക്കി തരും. അയ്യോ, ഫുഡ് കൊണ്ടൊന്നുമില്ല, ഞാൻ ഇപ്പം വരാം. കൊണ്ടുവരുന്ന ഫുഡിൽ ഒന്നും കലക്കരുത്. ആദ്യം നീ കഴിച്ചിട്ട് ഞാൻ കഴിക്കൂ, പറഞ്ഞേക്കാം. ഇതാ കഴുകി തന്നോ, ഞാൻ കഴിക്കാം, നീ കഴിച്ചോ. അബിയോട് നാളെ ഹോസ്പിറ്റലിൽ സ്റ്റിച്ച് എടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു. അവനെന്ത് പറഞ്ഞു? അല്ല, ഞാൻ അവനോട് നാളെ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു. ഏട്ടനെ ആവശ്യമുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. കല്യാണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റിച്ചിൻ്റെ കാര്യമൊന്നും പറയാൻ പോയില്ല. വെറുതെ എന്തിനാ, അവൻ പോട്ടെ, ഞാൻ പൊക്കോളാം. എന്നാൽ ഞാൻ തൻ്റെ കൂടെ വരാം. എനിക്കൊരാവശ്യമുണ്ട്. വരുന്ന വഴി എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം. അതുകൊണ്ട്. അമ്പലത്തിലോ? അതെന്താ പ്രത്യേകിച്ച് വിശേഷം? എൻ്റെ ഏട്ടൻ്റെ പിറന്നാളാണ് നാളെ. അപ്പോൾ ഏട്ടൻ എന്തായാലും അമ്പലത്തിൽ വരും. മാത്രമല്ല, എനിക്കൊന്ന് തൊഴണം. ഏട്ടനെ കാണാനാണോ നാളെ അമ്പലത്തിൽ പോകുന്നത്? അമ്പലത്തിൽ വെച്ച് കണ്ടാൽ ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടില്ല. ഇവളുടെ മൂഡ് പെട്ടെന്ന് ചേഞ്ച് ആയല്ലോ. അല്ല, നീ എന്തായി കഴിക്കുന്ന? എനിക്ക് വേറെ ഫുഡ്, നിനക്ക് വേറെ ഫുഡോ? അതിൽ എനിക്കും കുറച്ചതാ. ഇത് കഴിക്കല്ലേ, ഇത് സ്പൈസിയാ. എൻ്റെ റാം, അത് ഫുൾ സ്പൈസി ആയിരുന്നു, അതാ ഞാൻ തരാത്തെ. നീ വല്ല കാണ്ടാമൃഗത്തിൻ്റെ ജന്മമാണോ? ഇതെന്തോ നെരിയാ. അത് എനിക്ക് എരിവായിട്ടെന്തോ കഴിക്കാൻ തോന്നി, അതാ ഞാൻ അത്രയും. പറ്റുന്നില്ല, ഇങ്ങനെ എരി കഴിച്ചാൽ വയറ് കത്തിപ്പോ. എൻ്റെ ചുണ്ടൊക്കെ പുകയുന്നു. സോറി, രാവിലെ എരിവായിട്ടെന്തെങ്കിലും കഴിക്കാൻ തോന്നി. പക്ഷെ താൻ അതെടുത്ത് കഴിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കരുതിയില്ല. എനിക്ക് മതി, ഞാൻ ഓഫീസ് റൂമിൽ കാണാം. റാമിന് നന്നായിട്ട് ഇരിക്കുന്നുണ്ടാവും, പാവം. കുറച്ച് എരിവ് കൂടിപ്പോയി. അയാൾ കഴിക്കുന്നത് ഞാൻ വിചാരിച്ചോ? എന്നാലും മുഖമൊക്കെ ആകെ ചുവന്ന് സ്ട്രോബെറി പോലെ ആയിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പോട്ടെ, സാരമില്ല. അല്ല, മോൾ എപ്പോഴും ഹാളിൽ നിന്ന് ഇരിക്കണോ? കിടക്കാൻ പോകുന്നില്ലേ? പോവാ. ആൻറ്റി കിടന്നില്ലേ?
ആ കിടക്കാൻ പോവാ. ചന്ദ്ര ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ? മോള് പോയി കിടന്നോ? ആൻറ്റി, ഞാനും കിടക്കാൻ പോവാം. ഗുഡ് നൈറ്റ്. ചന്ദ്രു, അയാൾ ഇതുവരെ റൂമിൽ വന്നില്ലല്ലോ. രാമു എന്തായിരിക്കും ഓഫീസ് റൂമിൽ അന്തപോലെ കുടിക്കുമായിരിക്കുമോ? എൻ്റെ അമ്മേ, ഇതെന്തരിയാ? ഇപ്പോഴാ കുറച്ച് സമാധാനമായ. ഇയാളിതെവിടെ? ആഹാ, നന്നായിട്ട് കുടിക്കുന്നുണ്ടല്ലോ. റാം, അപ്പോൾ ഇതാണ് ഇവിടെ പരിപാടി. തനിക്കല്ലേ വയ്യാത്തത്, എന്നിട്ട് ഇങ്ങനെയാണോ? എന്തൊക്കെ കഴിച്ചിട്ടും നാവിൻ്റെ പുറത്തുള്ള എരി പോകുന്നില്ല. അതാ ഞാൻ കുറച്ച് കണ്ടിട്ട് കുറച്ചാണെന്ന് തോന്നുന്നില്ലല്ലോ. സിപ്പായിട്ട് ഇത് കുറച്ച് കുടിക്കുമ്പോൾ നാവിൻ്റെ പുറത്തുള്ള എരിവൊക്കെ അങ്ങ് പോവും. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് അല്ലാതെ എനിക്ക് ഇഷ്ടമായിട്ടല്ല. നോർമലായിട്ട് സിപ്പായിട്ട് കുറച്ചേ കുടിച്ചുള്ളൂ എന്ന് ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. റിയലി? ഞാൻ നോർമലാ, കണ്ടില്ലേ? ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും ഇങ്ങനെ കുടിക്കാൻ? റാം, ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. പറ്റില്ല. ഇത് എൻ്റെ കുപ്പിയാണ്, ഞാൻ തരില്ല. ഷെയറിങ് ആൻഡ് കെയറിങ് എന്നല്ലേ? പ്ലീസ് ഇത്തിരി. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ തരാതിരിക്കുക? കുടിച്ചോ, പക്ഷേ ഒരു സിപ്പ് ആ ക്ലാസ്സിൽ നിന്ന് ഒരു സിപ്പ് കുടിച്ചിട്ട് ബാക്കി വെച്ചോ. താങ്ക് യു. ഇങ്ങനെ കുടിക്കില്ലേ? ഒരു സിപ്പ് കുടിച്ചിട്ട് തീർത്തോ? ദൈവമേ, ഇവിടെ ഫുള്ളും കുടിച്ചോ? ഇത് ആഹാ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സുഖമുണ്ട്. ആണല്ലേ? എനിക്കും തോന്നി. മതി, ഇനി നീ പൊക്കോ. പോവാനോ? എനിക്ക് കുറച്ചുകൂടെ തരുമോ? ഒരു സിപ്പ് കൂടി പ്ലീസ്. ഒരു സിപ്പ് കൂടിയോ? ഇനി തരില്ല. ഇനി അറിഞ്ഞാൽ ശരിയാവില്ല. പൊക്കോ. ഇല്ല, ഞാൻ ഒന്നുകൂടെ കുടിച്ചിട്ടേ പോവും പ്ലീസ്. ചീസ്. സത്യം പറയാലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷെയർ ചെയ്ത് ഒരാളുടെ കൂടെ ഇരുന്ന് കുടിക്കുന്ന. അറിയോ? ഈശ്വര, ഇയാള് ഷെയറിന് അവസാനം പൈസ ചോദിക്കോ? എൻ്റെ കയ്യിലൊന്നുമില്ല. നോ, ഞാൻ നിൻ്റെ അടുത്ത് പൈസ വയ്ക്കൂല. നീ എൻ്റെ വൈഫല്ലേ, നിനക്ക് ഫുൾ ഫ്രീയാ. ഹൗ ക്യൂട്ട്. ശരിയല്ലേ, നീ വൈഫാണല്ലേ? സ്വീറ്റ് ഹസ്ബൻഡ്. ബട്ട് ഭർത്താക്കന്മാർ കുടിച്ചാൽ ഭാര്യമാരെടുത്തിട്ട് അടിക്കില്ലേ? പക്ഷെ ഭാര്യയായ ഞാൻ കുടിച്ചപ്പോൾ നിങ്ങൾക്കെന്താ അത് ദേഷ്യം തോന്നാത്ത? നിങ്ങൾ എന്തൊരു പാവ. അതെ, ഞാനത് എഗ്രി ചെയ്യുന്നു. ഒരു സിപ്പെന്ന് പറഞ്ഞ് എൻ്റെ 2 ബോട്ടിലാണ് നീ അടിച്ച് തീർത്തത്. വേറെ ആരെയായിരുന്നെങ്കിൽ തലമണ്ട അടിച്ച് പൊട്ടിച്ചാന്. സ്വീറ്റ് ഹസ്ബൻഡ്, പാവം. അതെ, സ്വീറ്റ് ഹസ്ബൻഡ്. നീ നല്ല സുന്ദരിയാ, ശരിക്കും സുന്ദരിയാ. ശരിക്കും ഞാൻ സുന്ദരിയാണ്. ഞാൻ സുന്ദരിയാണെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നോ? ഇങ്ങോട്ട് വന്ന സുന്ദരി. ഒരു പോർവയിൽ വാഴും ഇമ്പം ദൈവം തந்த സ്വന്തമാ ഇന്നായുടെ ഗടിയാടി ഇന്നാണി എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൺമണി എടേ സുടും പണി. ഇവള് രാത്രി ഫുള്ളും എൻ്റെ നെഞ്ചിലാണോ കിടന്നത്? എണീറ്റോ? മിണ്ടാതെ കിടക്കാൻ കണ്ണടച്ച്. തല നേരം വെളുത്തോ? അയ്യോ, റാമിൻ്റെ അടുത്താണോ ഞാൻ കിടന്നത്? ഓ, എൻ്റെ തല കുറച്ചു നേരം കൂടെ കിടക്കാം. ഇവള് വീണ്ടും കിടന്നോ? ഫസ്റ്റ് ടൈം അല്ലേ കുടിക്കുന്നത്, നല്ല തലവേദന കാണും. കിടക്കട്ടെ. ഈ ഷെൽഫിലല്ലേ ഞാൻ വച്ച എൻ്റെ ടൈ ഇതെവിടെ പോയി? ഈശ്വര, റാമാണല്ലോ. ഇന്നലത്തെ എന്തെങ്കിലും അയാൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടാവല്ലേ. ഇവളെന്തിനാ കള്ളികളെ പോലെ ഇടക്കൊണ്ടിട്ട് എന്നെ നോക്കുന്ന? ഇന്നലത്തെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇനി? ഇതെന്ത് കഷ്ടമാണ്. ഒരു ഷെൽഫിൻ്റെ പകുതിയില്ലേ നിനക്ക് തന്നത്? ഇതിപ്പോൾ ഈ ഒരു ഷെൽഫ് ഫുള്ളും നിൻ്റെ ഡ്രസ്സാണല്ലോ. ഇതിൽ ഞാൻ എൻ്റെ ടൈ എവിടെ പോയി നോക്കാനാ? ഇങ്ങനെയാണെങ്കിൽ ശരിയാവില്ല. ആഹാ, ഇപ്പോൾ അങ്ങനെയായോ? മര്യാദയ്ക്ക് ഞാൻ അനുവിൻ്റെ വാർഡ്രോബിലല്ലേ ഡ്രസ്സൊക്കെ വെച്ചോണ്ടിരുന്നത്. എന്നിട്ട് ഇവിടെ കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ടോയ് കാണുന്നില്ല, ഷെഡ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? നോക്കണം, എനിക്ക് കിട്ടും. ഇതാ പിടിക്ക് ടൈ.
ആ ഒരു കൈ കൊണ്ട് ടൈ കെട്ടാൻ നോക്കിയാൽ ശരിയാവില്ല. അതാ ഞാൻ കെട്ടിത്തരാം. അതെ, കുടിക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. കുടിക്കുന്നത് പോട്ടെ, മറ്റുള്ളവരെ കുടിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ്. മനസ്സിലായോ? ഇത് നല്ല കുട്ടിയായിരുന്നു ഞാൻ. ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. മര്യാദയ്ക്ക് നിർത്തിക്കോ ഈ കുടി. ഞാൻ തന്നെ പറ്റിയൊന്നും ഇങ്ങനെയല്ല കരുതി. ആക്ച്വലി ഞാൻ എപ്പോഴും കുടിക്കാറില്ല. ഇന്നലെ സഹിക്കാൻ പറ്റാത്ത എരിവായിരുന്നു. അതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും അവിടെ പോയത്. പിന്നെ അങ്ങ് കുടിക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ പോകണ്ടേ? ബാ, നടന്നു. ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കാൻ നിൽക്കണ്ട. വേണമെങ്കിൽ കമ്പനിക്ക് എന്നെയും വിളിച്ചോ. എന്താ നിക്കടി അവിടെ. നിന്നെ ഇന്ന് ഞാൻ കുറ്റമോതോ എനിക്ക് അക്കാലി. റാം, ഹോസ്പിറ്റലിൽ പോകണ്ടേ? അല്ല, കമ്പനിക്ക് ആരും റെഡിയാണെന്ന് പറഞ്ഞല്ലോ. ആരെങ്കിലും കേട്ടാ നന്നായിരിക്കും. നിനക്ക് ഞാൻ ചോദിക്കട്ടെ? എടാ ഹരിയേട്ടൻ വിളി. സോറി, ഞാൻ പിന്നെ വരാം. ബായ്. അയ്യേ, അനു എന്നെ പറ്റി എന്ത് വിചാരിച്ചാണ്? മോശം. അതെ മാഡം, ആലോചിച്ച് കഴിഞ്ഞെങ്കിൽ ഒന്ന് വാ. 10 മണിക്ക് അപ്പോയിൻമെൻറ്റ്. ഒരു കൂസലുമില്ല, നാണവുമില്ല. നിനക്ക് ശരിക്കും ഡ്രൈവിംഗ് ഒക്കെ അറിയാലോ അല്ലേ? ഇതിൽ പറയാൻ എന്തുള്ള? ഇങ്ങനെയൊക്കെയല്ലേ വരുന്ന പഠിക്കുന്നത്? വാട്ട്? പിന്നെ ഡ്രൈവിംഗ് അറിയാതെ ഞാൻ കൊണ്ടുപോകുന്ന പറയോ? എന്തുവാ മാഷേ? നീയല്ലേ ചിലപ്പോൾ വേണമെങ്കിൽ ഡ്രൈവിംഗ് അറിയാതെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിക്കും. ഓഹോ, അത് ശരി. റാം ഉറങ്ങുവാണോ? ഇതാ ഹോസ്പിറ്റലിലെത്തി. ഏയ് ഇല്ല, ഞാൻ എണീറ്റാണ് ഇരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് മോള് നാട്ടിൽ വന്നത് ആൻറ്റി അറിഞ്ഞില്ല. എപ്പോഴായിരുന്നു വന്നേ? ഞാൻ വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ ആൻറ്റി. പിന്നെ ഇവിടെ വന്ന് എല്ലാവരെയും കാണാമെന്ന് കരുതി. അല്ല, ശ്രീറാമില്ലേ ഇവിടെ? അവനൊരു ആക്സിഡൻ്റ് ഉണ്ടായി രാത്രി. അപ്പോൾ കയ്യിൽ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവനും വൈഫും കൂടെ ആ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പോയിരിക്കുക. ഇരുന്നോ, ഇപ്പോൾ എത്തും. അനു വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ശ്രീരാമേട്ടന് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ഒക്കെ ശരിയാവും. അതെ ആൻറ്റി, എല്ലാം പെട്ടെന്ന് ശരിയാവും.